ഞാൻ സരസു. 5 വയസ്സ് മുതൽ 4 ചക്രങ്ങളിലുള്ള ഒരു കിടക്കയിൽ ഒതുങ്ങുന്ന ജീവിതമാണ് എനിക്കുള്ളത്. നഷ്ടപ്പെട്ട ബാല്യത്തെയും സ്കൂൾ ജീവിതത്തെയും കുറിച്ചായിരുന്നു ആദ്യം എൻ്റെ ദുഃഖം. കുറെ കൂടി അറിവായപ്പോൾ നിരന്തരമായ ഏകാന്തതയും പരാശ്രയത്വവും എന്നെ വേട്ടയാടി. പിന്നെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും അതോട് ചേർന്നു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാനെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ലാതായി. നിസ്സഹായനായ മനുഷ്യനെ സഹായിക്കാൻ കഴിയാത്ത ദൈവത്തെ എനിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. എല്ലാവരെയും ആരോഗ്യത്തോടെ സൃഷ്ടിച്ച ദൈവം എനിക്ക് മാത്രം ഇങ്ങനൊരു തടവറ ജീവിതം നൽകിയത് എന്തിനാണെന്നത് ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി എൻ്റെ മനസ്സിൽ നിലനിന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്യാത്ത വെറുമൊരു സാധുവാണ്. എല്ലാവരും ഓടി നടക്കുമ്പോൾ ഞാൻ മാത്രം ഈ വിധത്തിലായിപ്പോയതിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല, ദൈവം മാത്രമാണ്. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന, അതിൽ നീറുന്ന ഒരാളുടെ ദൈവത്തോടുള്ള മനോഭാവമാണിത്. എല്ലാത്തിനും ഒരറുതി വരുത്താൻ കഴിയുമായിരുന്നെങ്കിൽ അന്ന് ഞാനത് ചെയ്തേനെ. എന്നാൽ അതിനും എനിക്ക് കഴിയില്ല. അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഇന്ന് എനിക്കറിയാം. ഒടുവിൽ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയോടുള്ള അളവില്ലാത്ത സ്നേഹം എൻ്റെ ഉള്ളത്തെ തൊട്ടു. വെയിലിൽ മഞ്ഞുരുകുന്നതുപോലെ എൻ്റെ ഹൃദയത്തിലെ ഭയാശങ്കകൾ അലിഞ്ഞുപോയി. ലോകത്തിലെ ഏറ്റവും നിസ്സാരയെന്ന് കരുതിയ എന്നെ വിലപ്പെട്ടവളും മാന്യമാക്കി മാറ്റുന്നതായിരുന്നു ആ സ്പർശം. ഒന്നിനും കൊള്ളാത്തവളെന്ന സ്വയനിന്ന നീങ്ങി പുതിയൊരുണർവും ശാന്തിയുമേകിയ ആ സ്പർശം. അതെ, ഞാൻ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞു. എല്ലാ സ്നേഹബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നവയാണ്. രക്തബന്ധത്തിൻ്റെ കണ്ണികൾ അകന്നു മാറുന്നവയുമാണ്. എന്നാൽ യേശു തൻ്റെ നിത്യസ്നേഹത്താലാണ് സ്നേഹിക്കുന്നത്. അതൊരിക്കലും വേർപിരിയുകയില്ല. യേശു എന്നെ രക്ഷിച്ചു, സ്നേഹിച്ചു, നിത്യജീവൻ നൽകി അനുഗ്രഹിച്ചു. എനിക്ക് വിദ്യാഭ്യാസമില്ലെന്ന് ഞാൻ ദുഃഖിച്ചിരുന്നു. എന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് നേടാനാവാത്ത താലന്തുകൾ തന്ന് അവൻ എന്നെ അനുഗ്രഹിച്ചു. ഓ, ഞാനത് പറഞ്ഞില്ല. എൻ്റെ ശരീരത്തിനല്ല മാറ്റമുണ്ടായത്, എൻ്റെ മനസ്സിലും ആത്മാവിലുമാണ് രൂപാന്തരം ഉണ്ടായത്. അളക്കാൻ കഴിയാത്ത സ്നേഹം എന്നിലേക്ക് അവൻ ചൊരിയുന്നത് കൊണ്ട് സ്നേഹിക്കാനും കരുതാനും ആരുമില്ലെന്ന തോന്നൽ എനിക്കൊട്ടുമില്ല. യേശുവിൻ്റെ സ്നേഹം എല്ലാ പോരായ്മകളെയും നികത്തുന്നതാണ്. ഭാവി യേശുവിൻ്റെ കയ്യിൽ സുരക്ഷിതമായതിനാൽ അതേക്കുറിച്ചും ഇപ്പോഴെനിക്ക് ആകുലതകളില്ല. ഒരു വേദവാക്യം ഓർമ്മ വരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ശകലമല്ല, സകലവും, ഒരിക്കൽ കൂടി പറയാം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നെ സഹായിച്ച യേശുവിനെ നിങ്ങൾക്കും പരിചയപ്പെടാം. ആദിയോ വ്യാധിയോ ഭീതിയോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിരാശയിൽ തകർന്ന ഒരു ജീവിതമാണോ നിങ്ങളുടേത്? യേശുവിനരികിലേക്ക് വരൂ.
യേശുവിനെ ജീവിതം ഏൽപ്പിക്കൂ. യേശു നിങ്ങളെ സഹായിക്കും, രക്ഷിക്കും, നിത്യജീവൻ നൽകി അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.